ഗുഡ് മോർണിംഗ് എവരിബഡി. സ്വർണ്ണ നിറമുള്ള ഹെർബ് മഞ്ഞൾ പുഴുങ്ങി ഉണക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മഞ്ഞൾ പറിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് പറമ്പിലോട്ടിറങ്ങി. ശേഷിക്കുന്ന കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. ആ കപ്പയെല്ലാം കൂടെ പറിച്ചു. കുറച്ച് സമയം വൈകിയാണ് പറിച്ചത്. മഞ്ഞളും കപ്പയൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് പറിച്ചതാണ്. നേരത്തെ പറിക്കേണ്ടതായിരുന്നു. അതിനുണ്ട് കപ്പയുടെ കിഴങ്ങൊക്കെ ചീഞ്ഞു പോയി. എങ്കിലും ഓക്കെ, സോ ഫാർ സോ ഗുഡ് എന്നുള്ള പോലെ ഓക്കെയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് കപ്പ ഇതിപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും നമ്മുടെ ഫ്രോസൺ കപ്പ കഴിക്കുന്നതും ഇവിടെ കടയിൽ പോയിട്ട് ഫ്രോസൺ കപ്പ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നലെ കപ്പ ഞങ്ങൾ വേവിച്ച് കാന്താരി മുളകും പിന്നെ നമ്മുടെ മുളക് അരച്ച മീൻകറിയായിട്ട് കഴിച്ചു. ഇതൊക്കെ പറമ്പിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊരു 4-5 ദിവസത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. ഇനിയുണ്ട് ഒരുപാട് ഏരിയ നടുപൊടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് വൈഫിൻ്റെ ചെറിയ ഗാർഡൻ ബെഡ്. ഇതെല്ലാം ക്യാബേജ് റെഡിയായി വരുന്നു. കണ്ടോ, ഇത് ക്യാബേജാണ്. ഒരു കീടനാശിനി നമ്മൾ അടിച്ചിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് വളമൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പോട്ടി മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പോലെയാണ്. പിന്നീട് വളമൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വർഷമാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കീടങ്ങളുടെ യാതൊരു ശല്യവും ഇല്ല. നോക്കിയേ, ഉണ്ടോ, ഒരു കുഴപ്പമില്ല. ഇത് കോളിഫ്ലവറാണേ. ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്യാബേജിലൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ കാണാം അതിൽ മുഴുവൻ ഈ പുഴു കയറി പിടിച്ച് കുത്തി തിന്നിട്ടേ ഇലകളിലെല്ലാം ഓട്ട കാണാം. ഇത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന മൈലാഞ്ചിയാണേ. മൈലാഞ്ചി പ്രത്യേക ഒരു ഗുണം ഉണ്ടായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചതല്ല, ചുമ്മാ ഒരു മൈലാഞ്ചി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഓൺലൈനിൽ മേടിച്ച് വെച്ചാണ്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാഴയുടെ ചോട് ക്ലീൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ വാഴകളുടെ ഇടയ്ക്ക് എനിക്ക് വെണ്ട വെക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. വെണ്ട വെക്കണം, പിന്നെ കുറച്ച് ഏരിയയിൽ പച്ചപ്പയർ വെക്കണം. വഴുതന ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം, ഘട്ടമായിട്ട് ചെയ്യണം സമയം കിട്ടുന്നതിനനുസരിച്ച്. കണ്ടോ, പപ്പായ അതിനിടയ്ക്ക്. അപ്പം സമയത്തിനനുസരിച്ച് ഇനി ഇവിടെ കുറച്ച് മഞ്ഞൾ പറിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. സമയത്തിനനുസരിച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കൃഷി പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.